ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. അതെ, റൂം ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്. നമ്മുടെ പാർട്ടി വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഓരോ ഫാമിലിയും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ലാസ്റ്റാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പാക്കിങ്ങും കാര്യങ്ങളായതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. കുറച്ച് വീഡിയോസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. ശരിക്കും നല്ല പണിയുണ്ടായിരുന്നു. കാരണം ഓരോരോ സാധനങ്ങൾ പറക്കി ഒതുക്കലും എടുക്കലും നല്ല പണിയായിരുന്നു. പിന്നെ പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ കാർഡ്ബോർഡിൽ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എടുക്കാത്ത സാധനങ്ങളെല്ലാം ഓരോരോ ബോക്സിനകത്താക്കി റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയി. പോകുന്ന സമയത്ത് വെപ്രാളപ്പെട്ട് പെട്ടെന്ന് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് 2 ദിവസം മുമ്പ് തന്നെ അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കബോർഡിലുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ ഡ്രസ്സും ഓരോ കാർഡ്ബോർഡ് ബോക്സിനകത്താക്കി അതിനകത്ത് ഞാൻ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോൻ്റെ ഡ്രസ്സായാലും മോളുടെ ഡ്രസ്സായാലും എടുത്ത് വെച്ചിട്ട് അവരുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ സാധനങ്ങളിലും നമ്മൾ ഇപ്പോൾ കബോർഡിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ബോക്സിനകത്താക്കി മാറ്റി വെച്ച് ഓരോരുത്തർക്കും ഡ്രസ്സും കാര്യങ്ങളും ഓരോരോ ബോക്സിലാക്കി പേരെഴുതി വെച്ചതുകൊണ്ട് എനിക്ക് പിന്നെ പുതിയ റൂമിൽ വന്നിട്ട് എടുത്ത് വെക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരുന്നു. ഒന്നും ഒരു കൺഫ്യൂഷനും വന്നില്ല. അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഓരോരോ ബോക്സിനകത്താക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണനും കാർത്തൂൻ്റെയും കാര്യങ്ങൾ അവർ തന്നെയാണ് കേട്ടോ നോക്കിയത്. കാരണം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു രണ്ടുപേരും. അവർ തന്നെ ബോക്സ് റെഡിയാക്കിയിട്ട് അവരുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ റെഡിയാക്കി വെച്ചു. അവരുടെ ഡ്രസ്സെല്ലാം പറക്കി റെഡിയാക്കി വെച്ചു. എന്നിട്ട് പേരും കൂടെ എഴുതി വെച്ചതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അതുപോലെ തന്നെ കിച്ചണിലുള്ള കാര്യങ്ങളും ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ബോക്സിനകത്ത് വെച്ചത്. ഓരോ സാധനങ്ങളും ഓരോരോ ബോക്സിനകത്താക്കി. ഇപ്പോൾ മിക്സിയും കാര്യങ്ങളൊക്കെ ഒറ്റ ബോക്സിനകത്താക്കിയിട്ട് അതിനകത്ത് മിക്സിയിൽ നിന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്പൈസസും ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് പഴയ ബോട്ടിലൊക്കെ കളഞ്ഞിട്ട് പുതിയ ബോട്ടിലൊക്കെ വാങ്ങി അതിനകത്ത് എല്ലാ സ്പൈസസൊക്കെ ഇട്ട് അതിലും പിന്നെ ബോക്സിൻ്റെ മുകളിൽ പേരെഴുതിയിട്ടുണ്ടായിരുന്നു. ഗ്ലാസ്സുകളെല്ലാം സെപ്പറേറ്റ് ബോക്സിനകത്ത് ആക്കി തുണിയൊക്കെ പൊതിഞ്ഞിട്ട് ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പാത്രങ്ങൾ, ബൗളുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഓരോന്നും സെപ്പറേറ്റ് മാറ്റി അതിനകത്ത് പേരെഴുതി വെച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് അധിക ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഈസി ആയിരുന്നു. പിന്നെ കിച്ചണിൽ ഞാൻ ഫുള്ളായിട്ട് തന്നെ 2 ദിവസം കുക്ക് ചെയ്തില്ല. ബാക്കി കുക്ക് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ പറക്കി വെക്കാനായിട്ടിരുന്ന ഓരോന്ന് എടുക്കേണ്ടി വരും. അതുകൊണ്ട് 2 ദിവസം ഞാൻ കുക്ക് ചെയ്തില്ല. കുക്ക് ചെയ്ത ബാക്കി എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീനാക്കി ഓരോരോ ബോക്സിനകത്താക്കി വെച്ചു. ഇപ്പോൾ 2 ദിവസം ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു. എന്നാലും സാരമില്ല, എല്ലാം ക്ലീനാക്കി റെഡിയാക്കി പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം നീറ്റാക്കി വെച്ച് സാധനങ്ങളൊക്കെ 2 ദിവസം മുമ്പ് തന്നെ ഞാൻ കുറേശ്ശെ സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം ഒതുക്കി കൊണ്ടുവന്നായിരുന്നു. ഫ്രിഡ്ജിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീനാക്കി വെച്ചു. അതുപോലെ വാഷിംഗ് മെഷീൻ, കുക്കിംഗ് റേഞ്ച് അതെല്ലാം കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ
ഫ്രിഡ്ജും കുക്കിംഗ് റേഞ്ചും വാഷിംഗ് മെഷീനും നമ്മളെ ടേബിള് ഗ്ലാസ് ടേബിളാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചു. കാരണം നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് സ്ക്രാച്ചൊന്നും ആവാതിരിക്കാനും കുറച്ചുകൂടെ സേഫായിട്ട് ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് എല്ലാം റാപ്പ് ചെയ്ത് വെച്ചു. ഈ കാര്യങ്ങളൊക്കെ ടേബിള് ഗ്ലാസ് ടേബിളായിരുന്നു, അപ്പോൾ അത് അന്ന് റാപ്പ് ചെയ്ത് വെച്ചു. ബാക്കിയെല്ലാം അതേപോലെ തന്നെ റാപ്പ് ചെയ്ത് വെച്ചു. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. കാരണം 2 ദിവസം ലോഡിങ്ങിന് അൺലോഡിങ്ങിന് ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നതിന് ഒരു ദിവസം മുമ്പായിട്ട് തന്നെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി ഹാളിൽ കൊണ്ടുവച്ചായിരുന്നു. ബോക്സ് എല്ലാം റെഡിയാക്കിയിട്ട് ഹാളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കുറച്ചുകൂടെ ഈസി ആയിരുന്നു. പിന്നെ കട്ടിലും അലമാരിയൊക്കെ മാത്രമേ ഉള്ളായിരുന്നു അകത്തുള്ളത്. സാധനങ്ങളൊക്കെ പറക്കി വണ്ടിയിൽ വെക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു. ഇത്രയും സാധനങ്ങൾ അവർ കൊണ്ടുവന്ന വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, ഇനി വേറെ വണ്ടി വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് അവർ എല്ലാം ആ വണ്ടിയിൽ തന്നെയാണ് റെഡിയാക്കി കൊണ്ടുപോയത്. എല്ലാം ഒതുക്കി വെച്ച് നല്ല നീറ്റാക്കി എല്ലാം റെഡിയാക്കി ഒരു ഒന്നിനും ഒരു നമ്മൾ പ്രത്യേകിച്ച് ഗ്ലാസ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെക്കുന്ന സമയത്തൊക്കെ സൂക്ഷിച്ച് കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരതുപോലെ തന്നെയാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ഒതുക്കി റെഡിയാക്കി അതിലെല്ലാം ഫില്ല് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുപോയി സേഫായിട്ട് തന്നെ റൂമിൽ എത്തിക്കുകയും ചെയ്തു. സാധനങ്ങളൊക്കെ കൊണ്ടുപോയതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി ഇട്ടു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് ശരിക്കും ഞാൻ ഈ കിച്ചനെയാണ് മിസ് ചെയ്യുന്നത്. നമ്മുടെ അശ്വതീസ് കിച്ചൺ തുടങ്ങിയത് തന്നെ ഈ ഒരു കിച്ചണിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു കിച്ചണാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കിച്ചനെ. എല്ലാവരും വന്നാലും കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് എല്ലാവരും വന്നാലും ഇരിക്കാനും ഒക്കെ എല്ലാവരും കിച്ചണിലോട്ടാണ് വരുന്നത് എടുക്കുന്നതൊക്കെ. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട് കിച്ചനുമായിട്ട്. പിന്നെ ഇത് റൂമും അതുപോലെ തന്നെ ഞാൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ്സാണ്, ഫുള്ള് ഗ്ലാസ്സായിരുന്നു. നല്ല രസമായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നന്നായിട്ട് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാളും കണ്ണൻ്റെയും കാർത്തൂൻ്റെയും റൂമൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കിയിട്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് എല്ലാം നമ്മൾ ക്ലീനാക്കി ഇട്ടിട്ടാണ് വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയതിന് ശേഷം എല്ലാം ക്ലീനാക്കിയിട്ടായിരുന്നു. ഇനി പിന്നെ നമുക്ക് പോകാൻ കുറച്ച് നമ്മൾ അന്ന് 2 ദിവസം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുണ്ടായിരുന്നു, നമ്മുടെ കാറിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറക്കി ഒതുക്കി വെച്ചു. പിന്നെ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ മുറ്റവും കൂടി ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് പൊടിയും ചവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ക്ലീനാക്കിയിട്ട്, പിന്നെ ആരും ഇല്ലല്ലോ എന്തെങ്കിലും ചവറും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ ക്ലീനാക്കാനായിട്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് അതും കൂടി ഞാനൊന്ന് ക്ലീനാക്കി ഇട്ടു. ഇവിടെ ഇനിയിപ്പോൾ നമ്മുടെ കുടമുല്ല മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പുറത്തെ വില്ലയിൽ നിന്ന് ഇതിൻ്റെ ഒരു തൈ കൊണ്ട് നട്ടതാണ്. നട്ട സമയത്ത് നട്ടിട്ട് ഇത് രണ്ടും കൊല്ലം ആയി. നട്ടതിന് ശേഷം ഈ വർഷമാണ് ആദ്യം ഒന്ന് പൂ പിടിച്ചത്. 2-3 കുടമുല്ല പൂ പിടിച്ചായിരുന്നു. ഉണക്ക സമയത്തൊന്ന് ഉണങ്ങിപ്പോയെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ വീണ്ടും തളിരിട്ട് വന്ന്, വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് നമ്മുടെ പയറിൻ്റെ വിത്തൊക്കെ തനിയെ മുളച്ച് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് അവിടെ നിൽപ്പുണ്ട്.
പിന്നെ ഇവിടെ ഒരു നാരങ്ങ മരം ഉണ്ട്. അതിൽ ഇപ്പം ഞങ്ങളിവിടെ താമസമായിട്ട് 5 വർഷമാവുന്നു. 5 വർഷമായിട്ട് ഈ വർഷമാണ് അതിൽ നാരങ്ങ പിടിച്ചത്. അത് നമ്മൾ പോകുന്നതിന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നാരങ്ങ കണ്ടത് അത് പിടിച്ചതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പോവുകയും ചെയ്ത്. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഒരു 3 നാരങ്ങ ഞാൻ പൊട്ടിച്ചെടുത്തു. അതിൽ നിന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ച്. 2 നാരങ്ങ ഞാൻ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പറക്കി ഒതുക്കി റൂമൊക്കെ ക്ലീനാക്കി എല്ലാം ക്ലീനാക്കി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് മെമ്മറീസുള്ള വില്ലയാണ്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാ ഫാമിലിയും ഫസ്റ്റ് ടൈം വന്ന് താമസിച്ച വില്ല ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അവസാനം ഞങ്ങളും അവിടെ നിന്ന് യാത്രയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് പുതിയ റൂമിലെ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്